പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട നജീബ് കാന്തപുരത്തിന് പെരിന്തൽമണ്ണയിൽ വൻ സ്വീകരണം. ഏറ്റവും അഭിമാനത്തോടെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്നും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തോടെ പ്രവർത്തിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതോടെ നജീബ് കാന്തപുരത്തിന് പെരിന്തൽമണ്ണ നഗരത്തിൽ പ്രവർത്തകർ വൻ സ്വീകരണമാണ് നൽകിയത്. പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കോഴിക്കോട് റോഡിൽ സമാപിച്ചു. പൊതുജനങ്ങളും വാഹനങ്ങളിലെ യാത്രക്കാരും കൈവീശിയും നിറഞ്ഞ കയ്യടിയോടെയുമാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. വ്രതാനുഷ്ഠാനത്തിന്റെ ക്ഷീണം വകവയ്ക്കാതെ പങ്കെടുത്ത നൂറുകണക്കിന് പ്രവർത്തകർ ആവേശം അലതല്ലുന്ന മുദ്രാവാക്യം വിളിച്ച് പ്രകടനത്തിൽ പങ്കെടുത്തു. ഏറ്റവും അഭിമാനത്തോടെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതെന്നും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തോടെ പ്രവർത്തിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ ഒരിക്കൽ കൂടി എന്നെ പരിഗണിച്ചതിനുള്ള നന്ദി നേതാക്കളെ അറിയിക്കുന്നു. ആ വിശ്വസ്തയോടെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തോടെ കൂടി തന്നെ തുടർന്നുള്ള കാലം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന ഉറപ്പുണ്ട്. ഇനി ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. 5 വർഷം മുമ്പ് ഞാനിവിടെ എത്തുമ്പോൾ എനിക്കൊരു പരിചയവുമില്ലാത്ത പെരിന്തൽമണ്ണയിലേക്ക് എത്തിയത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. ഇതെൻ്റെ വീടാണ്. ഇത് എൻ്റെ നാട് മാത്രമല്ല, പെരിന്തൽമണ്ണ അത്രയേറെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ 5 വർഷങ്ങളാണ്. ഇനി തുടർന്നു ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം വളരെ ചിട്ടയായി നേതൃത്വം നൽകാൻ കരുത്തുറ്റ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, മുന്നണിയുടെ നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യും. KPCC ജനറൽ സെക്രട്ടറി V. ബാബുരാജ്, മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി താമരത്ത് ഉസ്മാൻ, മണ്ഡലം UDF ചെയർമാൻ ഇമാം സക്കീർ ഹുസൈൻ, കൺവീനർ അഡ്വക്കേറ്റ് S. അബ്ദുസലാം, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ, അഡ്വക്കേറ്റ് AK മുസ്തഫ, മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ്, വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ, ഷൗക്കത്ത് നാലകത്ത്, കുളക്കാടൻ അസീസ്, P. സുബൈർ, MP മജീദ്, ബഷീർ ചോലക്കൽ, P. ബഷീർ, സിദ്ദിഖ് വാഫി, CM മുസ്തഫ, KV ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിയാണെന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. MLA ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുമെന്നും ടീം UDF തെരഞ്ഞെടുപ്പിന് സർവ്വസന്നദ്ധമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഈ ഒരു വരവ് ഇതൊരു വലിയ ചരിത്ര സംഭവമാക്കി, ചരിത്ര വിജയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിടെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം തിരുവനന്തപുരത്ത് നമ്മൾ അധികാരമേൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഏറ്റവും വലിയ ഭൂരിപക്ഷമായി പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ പെരിന്തൽമണ്ണയിലേക്ക് നജീബ് കാന്തപുരത്തിൽ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF പെരിന്തൽമണ്ണയിൽ സജ്ജമാണ്. ഞങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഗോതയിലേക്ക് ഇറങ്ങിയേ വേണ്ടുള്ളൂ. പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലതിനെ 2 കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് പെരിന്തൽമണ്ണയ്ക്കുള്ളത്. നജീബ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയനായ ആളാണ്. കഴിഞ്ഞ 5 കൊല്ലക്കാലം പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒരു മലർക്കെ തുടങ്ങുന്ന പുസ്തകം പോലെ നമ്മുടെയൊക്കെ മുമ്പിൽ കിടക്കുകയാണ്. അതാണ് ഇക്കാര്യത്തിൽ ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ മാനദണ്ഡമായിട്ട് എടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഒരു അംഗത്തെ തന്നെ നമ്മൾ ആ രംഗത്തേക്ക് ഇറക്കുകയാണ്, അംഗത്തട്ടിലേക്ക് ഇറക്കുകയാണ്. സർവ്വസജ്ജമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഇനി പോർക്കളത്തിലേക്ക്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.